ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്നതാണ് ആ വാർത്ത. ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം തോന്നുന്ന കാര്യമാണിത്, അല്ലേ? പക്ഷേ വെറുതെ ഒരിടത്ത് ഇരുന്നു കൊണ്ട് ലോകബാങ്ക് പറഞ്ഞതല്ല ഇത്. ഇതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്, കണക്കുകളുണ്ട്, വലിയ വെല്ലുവിളികളെ അതിജീവിച്ച കഥയുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ലോകബാങ്ക് എന്താണ് പറഞ്ഞത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയത്, നിലവിൽ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും പ്രതിസന്ധികളും ഇന്ത്യയെ ബാധിക്കുമോ, നമ്മുടെ രാജ്യം ഇതിനെ എങ്ങനെയാണ് നേരിടുന്നത്, ഈ നേട്ടം സാധാരണക്കാരായ നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ കുറിച്ച് കൃത്യമായ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം തന്നെ ലോകബാങ്ക് പറഞ്ഞ പ്രധാന കാര്യത്തിലേക്ക് വരാം. 2026-27 സാമ്പത്തിക വർഷത്തിലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്നാണ് അവർ പറയുന്നത്. ലോകത്തെ വമ്പൻ ശക്തികളായ അമേരിക്കയോ ചൈനയോ ജപ്പാനോ ഒന്നുമല്ല, മറിച്ച് ഇന്ത്യയാണ് ആ സ്ഥാനത്ത്. അവർ നൽകുന്ന കണക്ക് പ്രകാരം 2026-27 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക്, അതായത് GDP വളർച്ച 6.6% ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം. കാരണം 2025-26 വർഷത്തിൽ ഇത് 7.6% അപ്പോൾ വളർച്ച കുറയുകയല്ലേ ചെയ്തത് എന്ന് തോന്നാം. അതെ, വളർച്ച നിരക്കിൽ ചെറിയൊരു കുറവ് വരുമെന്ന് ലോകബാങ്ക് കണക്കാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഈ കുറഞ്ഞ നിരക്ക് പോലും ലോകത്തെ മറ്റ് പ്രധാന രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സമയത്ത് പല രാജ്യങ്ങളുടെയും വളർച്ച 1-2% അല്ലെങ്കിൽ അതിൽ താഴെയോ നിൽക്കുമ്പോഴാണ് ഇന്ത്യ 6.6% എന്ന മികച്ച നിരക്കിൽ വളരുന്നത്. അതുകൊണ്ടാണ് ഈ 6.6% വളരെ വലിയൊരു നേട്ടമായി ലോകബാങ്ക് കാണുന്നത്. അല്ലാതെ അതൊരു വലിയ തിരിച്ചടിയായി കരുതേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, എന്തിനാണ് ഈ ചെറിയ കുറവ് സംഭവിക്കുന്നത്? ലോകം മുഴുവൻ വലിയ അനിശ്ചിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഇതിന് ലളിതമായ കാരണം. പ്രധാനമായും പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ, അമേരിക്കയുടെ ചില സാമ്പത്തിക നയങ്ങൾ, ഇവയൊക്കെ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി തടസ്സപ്പെടുകയോ ചെയ്താൽ അത് സ്വാഭാവികമായും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇന്ത്യയും ഈ ലോകത്തിന്റെ ഭാഗമായതുകൊണ്ട് ആ ചെറിയൊരു ക്ഷീണം നമ്മുടെ വളർച്ചാ നിരക്കിലും പ്രതിഫലിക്കും. അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതാണ് 7.6% നിന്ന് 6.6%ലേക്കുള്ള ആ ചെറിയ കുറവിന്റെ പ്രധാന കാരണം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുമ്പോഴും എങ്ങനെയാണ് ഇന്ത്യ ഇത്ര ശക്തമായി നിൽക്കുന്നത്? എന്തിനാണ് ലോകബാങ്ക് ഇന്ത്യയെ കുറിച്ച് ഇത്ര വലിയ പ്രതീക്ഷ വെക്കുന്നത്? ഇതിന് ലോകബാങ്ക് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. അവർ പറയുന്നത് ഇന്ത്യക്ക് ശക്തമായ മാക്രോ ഇക്കണോമിക് ബഫറുകൾ ഉണ്ട് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ വലിയ സാമ്പത്തിക വാക്കായി തോന്നും. പക്ഷേ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു കരുതിവെപ്പ് പോലെയാണിത്. ഭാവിയിലെ അപ്രതീക്ഷിത ചെലവുകൾക്കായി നമ്മൾ സ്വർണമോ അല്ലെങ്കിൽ പണമോ മാറ്റിവെക്കാറില്ലേ? അതുപോലെ ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ വളരെ വലിയൊരു കരുതിവെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ കരുതിവെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിദേശ നാണയ കരുതൽ ശേഖരമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എണ്ണയോ മരുന്നോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഇറക്കുമതി ചെയ്യണമെങ്കിൽ നമുക്ക് വിദേശ കറൻസികൾ, പ്രധാനമായും ഡോളർ ആവശ്യമാണ്. ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ മതിയായ വിദേശ നാണയ ശേഖരമുണ്ട്. ഇതിന്റെ അർത്ഥം എണ്ണവില കൂടിയാലോ അല്ലെങ്കിൽ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായ പണം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു വലിയ സുരക്ഷാ കവചമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ബാങ്കിംഗ് സംവിധാനമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയിലെ ബാങ്കുകൾ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ബാങ്കുകളുടെ കയ്യിൽ ആവശ്യത്തിന് മൂലധനമുണ്ട്. പഴയതുപോലെ വലിയ കിട്ടാക്കടങ്ങൾ ഇല്ല. ബാങ്കുകൾ ശക്തമാണെങ്കിൽ വ്യവസായങ്ങൾക്ക് വായ്പ നൽകാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നിലനിർത്താനും സാധിക്കും. ഇനി മൂന്നാമത്തെ വലിയ നേട്ടം എന്ന് പറയുന്നത് പണപ്പെരുപ്പം, അതായത് വിലക്കയറ്റം നിയന്ത്രണ വിധേയമാണെന്നതാണ്. പണപ്പെരുപ്പം കൂടിയാൽ സാധനങ്ങൾക്ക് വില കൂടും. അത് സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കും. ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം 2026-27 ഇന്ത്യയിലെ പണപ്പെരുപ്പം 4.9% ഇതൊരു വലിയ ആശ്വാസമാണ്. കാരണം പല വികസിത രാജ്യങ്ങളിലും പണപ്പെരുപ്പ് വളരെ കൂടുതലാണ്. അവിടെയുള്ള ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ പാടുപെടുകയാണ്.
എന്നാൽ ഇന്ത്യയിൽ ഇത് നിയന്ത്രണത്തിലാണെന്നത് ഒരു വലിയ പോസിറ്റീവ് കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എണ്ണ ഇറക്കുമതിയിലുള്ള ഇന്ത്യയുടെ കുറഞ്ഞ ആശ്രിതത്വമാണ്. എണ്ണവില കൂടുമ്പോഴൊക്കെ ഇന്ത്യയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകുമെന്നത് നമ്മൾ പണ്ട് കേട്ടിരുന്ന ഒന്നാണ്. അസംസ്കൃത എണ്ണയ്ക്ക് നമ്മൾ ഇപ്പോഴും ഇറക്കുമതിയെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉദാഹരണത്തിന് തായ്ലൻഡ്, ദക്ഷിണ കൊറിയ ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി GDP-യുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്, ഏകദേശം 2.8%. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിച്ചാലും അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ തകർക്കില്ല. പഴയതുപോലെ പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കില്ല. ഈ ഒരു പ്രതിരോധ ശേഷി കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത വലിയൊരു നേട്ടമാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കേണ്ടത് രാജ്യത്തിന്റെ കടത്തെ കുറിച്ചാണ്. എല്ലാ രാജ്യങ്ങൾക്കും കടമുണ്ട്, ഇന്ത്യക്കുമുണ്ട്. ഒരു രാജ്യം വളരണമെങ്കിൽ റോഡുകളും പാലങ്ങളും മറ്റും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കണം. അതിനായി സർക്കാർ പണം ചെലവാക്കുന്നു. ഈ കടം എത്രത്തോളം നിയന്ത്രണ വിധേയമാണ് എന്നതാണ് പ്രധാനം. ലോകബാങ്ക് റിപ്പോർട്ടിൽ ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ പൊതുകടം അല്പം ഉയർന്ന നിലയിലാണ്, എങ്കിലും അതൊരു അപകടകരമായ സാഹചര്യമല്ല. കാരണം സാമ്പത്തിക ഏകീകരണം വഴി മൊത്തത്തിലുള്ള ധനക്കമ്മി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കടമുണ്ടെങ്കിലും അത് തിരിച്ചടയ്ക്കാനുള്ള ശേഷിയും കടമെടുത്ത പണം കൃത്യമായി വികസനത്തിനായി ഉപയോഗിക്കുന്ന രീതിയും നമുക്കുണ്ട്. ഇനി ഒരു വലിയ ചോദ്യം, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ കാരണം സർക്കാരിന് വലിയ ചിലവ് വരുമോ, അത് ധനക്കമ്മിയെ ബാധിക്കുമോ എന്നാണ്. ഈ ചോദ്യത്തിന് ലോകബാങ്ക് വിദഗ്ധർ നൽകിയ ഉത്തരം, ചിലപ്പോൾ യുദ്ധ സാഹചര്യങ്ങൾ കാരണം സർക്കാർ ചിലവ് കൂടിയേക്കാം, എന്നാൽ പോലും ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ധനക്കമ്മി ലക്ഷ്യത്തിലെത്താൻ അത് തടസ്സമാകില്ല. അതായത് നമ്മുടെ സാമ്പത്തിക നില അത്രയ്ക്കും ഭദ്രമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, പഴയ ഇന്ത്യയിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് വന്ന മാറ്റം എന്താണ്? പണ്ട് ലോകത്തൊരു ചെറിയ പ്രശ്നമുണ്ടായപ്പോലും ഇന്ത്യ അത് സാമ്പത്തിക നില വലിയ തോതിൽ ബാധിക്കാറുണ്ടായിരുന്നു. വിലക്കയറ്റം കുതിച്ചുയരും, വിദേശ നാണ്യ ശേഖരം കുറയും, രൂപയുടെ മൂല്യം ഇടിയും. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. ലോകം മുഴുവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും യുദ്ധങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ഇന്ത്യക്ക് 6.6% എന്ന മികച്ച നിരക്കിൽ വളരാൻ സാധിക്കുന്നു. ഇത് കാണിക്കുന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു വലിയ പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നതാണ്. എണ്ണവില കൂടിയാലും വിദേശ വിപണികളിൽ ഇടിവുണ്ടായാലും അതിനൊക്കെ തടുക്കാൻ ആവശ്യമായ ബഫറുകൾ, വിദേശ നാണ്യ ശേഖരം, ശക്തമായ ബാങ്കുകൾ, നിയന്ത്രണത്തിലായ പണപ്പെരുപ്പം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ മാറ്റമാണ് ലോകബാങ്ക് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. രാജ്യം വളരുന്നു, GDP വളരുന്നു എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരന് ഗുണകരമാണോ? തീർച്ചയായും. രാജ്യം വേഗത്തിൽ വളരുന്നു എന്നതിന്റെ അർത്ഥം പുതിയ വ്യവസായങ്ങൾ വരുന്നു, പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നു എന്നതാണ്. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണെങ്കിൽ അത് സാധനങ്ങളുടെ വില ഒരു പരിധിയിൽ കൂടുതൽ കൂടാതെ നിർത്തും. അത് നിങ്ങളുടെ വരുമാനത്തെ സംരക്ഷിക്കും. വിദേശ നാണ്യ ശേഖരം ഭദ്രമാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുള്ള രൂപയുടെ മൂല്യം നിലനിർത്താൻ സഹായിക്കും. അതുകൊണ്ട് ഈ വലിയ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും ഓരോ സാധാരണക്കാരനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ലോകബാങ്ക് റിപ്പോർട്ടിൽ ഈ അപകട സാധ്യതകളെ കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഊർജ ഉറവിടങ്ങൾ വൈവിധ്യവൽക്കരിക്കുക, ധനകാര്യ മാനേജ്മെന്റ് ശ്രദ്ധാപൂർവ്വം നടത്തുക, കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുക, ഇതെല്ലാം പ്രധാനമാണെന്ന് അവർ പറയുന്നു. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ ഒരു വലിയ പ്രതിരോധ കവചം തീർത്തിട്ടുണ്ട്. ഈ വെല്ലുവിളികളെല്ലാം ഉണ്ടെങ്കിലും 2026-27 ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്നത് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ രാജ്യം ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്നും അതിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നും ഈ റിപ്പോർട്ട് ഉറപ്പു നൽകുന്നു. ഇത് നമുക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നാണ്. പല വികസിത രാജ്യങ്ങളും സാമ്പത്തികമായി പതറുമ്പോൾ ഇന്ത്യ ഇത്രയും കരുത്തോടെ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള കരുതിവെപ്പുകൾ കൊണ്ട് തന്നെയാണ്. ഇന്ത്യക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസം ഇന്ന് ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. പരിഹാസങ്ങളെ പ്രതിരോധം കൊണ്ട് നേരിട്ട് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യ എത്തിക്കാൻ മോദിജിക്ക് സാധിച്ചു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.